ഉമ്മൻചാണ്ടി മരിക്കാനുള്ള കാരണം സോളാർ കേസാണെന്ന് കരുതുന്നവർ ചാണ്ടി ഉമ്മന്റെ പ്രകീർത്തനങ്ങൾ കേട്ട് അതീവ ദുഃഖത്തിലാണ്. ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ച ഗണേശനെ മന്ത്രിയാക്കിയ പിണറായിയെ എങ്ങനെയാണ് മറിയ ഉമ്മന് മറക്കാൻ കഴിയുക? സോളാർ ഗൂഢാലോചന അന്വേഷിക്കാൻ CBI തീരുമാനിച്ചാൽ ഉന്നതരായ കുറേയധികം നേതാക്കൾ വെള്ളം കുടിക്കും. ഉമ്മൻചാണ്ടിയെ ഇപ്പോൾ ദൈവത്തെ പോലെ കാണുന്നവരൊന്നും സോളാർ ആരോപണം നേരിട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് ഭാര്യ മറിയ ഉമ്മൻ പറയുന്നു. അഗ്നിപർവ്വതം പോലെ വന്ന ഒരു കുടുംബത്തെയാണ് ആരോപണം തകർത്തത്. ആർക്കും സഹതാപം തോന്നിയില്ല, ആരും ആശ്വസിപ്പിച്ചില്ല എന്നും മറിയ ഉമ്മൻ തുറന്നടിക്കുകയാണ്. സോളാർ കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച് CBI അന്വേഷണം വേണമെന്നും മറിയ ഉമ്മൻ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവും UDF കൺവീനറും പങ്കെടുത്ത പരിപാടിയിലാണ് മറിയ ഉമ്മന്റെ ഈ ആവശ്യം. ഇത് ഉമ്മൻചാണ്ടിക്കെതിരെ നീങ്ങിയ രമേശ് ചെന്നിത്തലയ്ക്ക് കൂടിയുള്ള മറുപടിയായിരുന്നു. ഉമ്മൻചാണ്ടിയെ പ്രകീർത്തിച്ച ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരുന്നു. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയിലടക്കം ഉമ്മൻചാണ്ടിയോട് പല കാര്യങ്ങളിൽ യോജിപ്പും ചില കാര്യങ്ങളിൽ വിയോജിപ്പും ഉണ്ടായിരുന്നുവെന്ന് പിണറായി പറഞ്ഞു. അത് തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ള സൗഹൃദമായിരുന്നു പരസ്പരം ഉണ്ടായിരുന്നത്. രാഷ്ട്രീയമായി ഇരു ചേരികളിലായിരുന്നുവെങ്കിലും സൗഹൃദത്തിന് ഒരു കോട്ടവും ഉണ്ടായിരുന്നില്ല എന്നും പിണറായി പറഞ്ഞിരുന്നു. ഓർമ്മയിൽ ഉമ്മൻചാണ്ടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പുതുപ്പള്ളിക്കാരനായിരുന്നു എങ്കിലും ഉമ്മൻചാണ്ടിക്ക് തിരുവനന്തപുരമായിരുന്നു ആദ്യമേ തന്നെ വലിയ ബന്ധമുണ്ടായിരുന്നത്. പകുതിയിലധികം ജീവിതകാലവും ഉമ്മൻചാണ്ടി ചെലവഴിച്ചത് തിരുവനന്തപുരത്താണ്. മുഖ്യമന്ത്രിയായി LDF തീരുമാനിച്ചപ്പോൾ ആദ്യം കണ്ടത് ഉമ്മൻചാണ്ടിയെയാണ്. ഓരോ മേഖലയും ഓരോ തരത്തിലുള്ള നേതൃഗുണമാണ് ആവശ്യപ്പെടുന്നത്. ജനങ്ങളെ സ്പർശിക്കുന്ന വിഷയങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്നവർക്ക് മാത്രമേ പൊതുപ്രവർത്തനത്തിൽ മികവുണ്ടാവുകയുള്ളൂ. ഇതിന് നല്ല ഉദാഹരണമായിരുന്നു ഉമ്മൻചാണ്ടി എന്നും പിണറായി പറയുകയാണ്. അവിശ്രമം എന്ന പദത്തിന് എല്ലാ അർത്ഥത്തിലും പര്യായമായി മാറിയ ജീവിതമായിരുന്നു ഉമ്മൻചാണ്ടിയുടേത്. പ്രളയകാലത്ത് രാഷ്ട്രീയം മറന്ന് ഒന്നിച്ചു. രോഗാതുരമായ കാലത്തെക്കുറിച്ച് ചെറിയ വിവരണം മാത്രമേ ആത്മകഥയിൽ പോലും പറഞ്ഞിട്ടുള്ളൂ. അതികഠിനമായ രോഗാവസ്ഥയിലും പ്രസന്നതയോടുകൂടി മാത്രം സംസാരിച്ചു. അതിജീവനത്തിന്റെ മികച്ച മാതൃക കൂടിയാണ് ഉമ്മൻചാണ്ടി. വിമർശിക്കുന്നവരും തളർത്തുന്നവരും ഉണ്ടാകും, പക്ഷേ അതിലൊന്നിലും വീഴാതെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കണമെന്ന പിണറായി പറയുകയാണ്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും വ്യക്തിപരമായ അടുപ്പം ഏറെ ഉണ്ടായിരുന്നവരായിരുന്നു പിണറായി വിജയനും ഉമ്മൻചാണ്ടിയുമെന്ന് ചാണ്ടി ഉമ്മനും പറഞ്ഞു വെക്കുകയാണ്. ഒരാളെ തിരിച്ചറിയുന്നത് ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്താണ്. ഉമ്മൻചാണ്ടി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യം കാണിച്ച് അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ഇടപെടലുകൾ നടത്തിയെന്നും ചാണ്ടി ഉമ്മൻ പറയുകയാണ്. പിണറായിയുടെ ഉമ്മൻചാണ്ടി സ്തുതിയിൽ അത്ഭുതപ്പെടുന്നവർ കുറവാണ്. എന്നാൽ കോൺഗ്രസുകാർക്കൊന്നും അവരുടെ പ്രിയ നേതാവിനെ കൊലയ്ക്ക് കൊടുത്ത പിണറായിയോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല. സോളാർ കേസിലെ ഗൂഢാലോചനയിൽ CBI അന്വേഷണത്തിന്റെ സാധ്യതകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരിക്കൽ പരിശോധിച്ചിരുന്നു. ഇടത് വലത് മുന്നണികളിലെ പ്രമുഖ നേതാക്കളെ കുടുക്കാൻ കഴിയുമെന്ന നേട്ടമാണ് ഇതുവഴി BJP ലക്ഷ്യമിടുന്നത്. പിണറായി വിജയൻ മുതൽ ഗണേഷ് കുമാർ വരെയുള്ള നേതാക്കളെ ഇല്ലാതെയാക്കാൻ CBI അന്വേഷണം ധാരാളമാണ് എന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നു.